കഴിഞ്ഞ 14 മാസമായി ഹിസ്ബുള്ള ഭീകരർക്കെതിരെ നടത്തിയ ആക്രമണത്തിന്റെ കണക്കുകളാണ് IDF പുറത്തുവിട്ടിട്ടുള്ളത്. സൈന്യത്തിന്റെ കണക്കനുസരിച്ച് 1600 കമാൻഡ് സെന്ററുകളും 1000 ആയുധ ഡിപ്പോകളും ഉൾപ്പെടെ 12,500-ലധികം ഹിസ്ബുള്ള കേന്ദ്രങ്ങൾ ആക്രമിക്കപ്പെട്ടു. ഹിസ്ബുള്ളയ്ക്കെതിരായ കരയാക്രമണത്തിൽ 14 IDF ബ്രിഗേഡ് തലത്തിലുള്ള ടാസ്ക് ഫോഴ്സുകൾ പങ്കെടുത്തു. 2500 ഹിസ്ബുള്ള ഭീകരർ കൊല്ലപ്പെട്ടതായും IDF സ്ഥിരീകരിച്ചു. മരിച്ചവരിൽ ഹിസ്ബുള്ളയുടെ മുൻ ദീർഘകാല നേതാവ് ഹസൻ നസ്രള്ളയും തീവ്രവാദ ഗ്രൂപ്പിന്റെ ഉന്നത നേതൃത്വത്തിലെ 13 അംഗങ്ങളും ഉൾപ്പെടുന്നുണ്ട്. ഡിവിഷൻ തലത്തിലുള്ള 4 ഹിസ്ബുള്ള കമാൻഡർമാർ, 24 ബ്രിഗേഡ് ലെവൽ കമാൻഡർമാർ, 27 ബറ്റാലിയൻ തലത്തിലുള്ള കമാൻഡർമാർ, 63 കമ്പനി തലത്തിലുള്ള കമാൻഡർമാർ, 22 പ്ലാറ്റൂൺ തലത്തിലുള്ള കമാൻഡർമാർ എന്നിവരും ഉൾപ്പെടുന്നു. IDFന്റെ കണക്കനുസരിച്ച് ഏകദേശം 12,000 സ്ഫോടക വസ്തുക്കളും ഡ്രോണുകളും പിടിച്ചെടുത്തിട്ടുണ്ട്. 13,000 റോക്കറ്റുകൾ, ലോഞ്ചറുകൾ, ടാങ്ക് വേദ, വിമാനവേദ മിസൈൽ സംവിധാനങ്ങൾ കൂടാതെ 1,21,000 ആശയവിനിമയ ഉപകരണങ്ങളും കമ്പ്യൂട്ടറുകളും പിടിച്ചെടുത്തതായും IDF സ്ഥിരീകരിച്ചു.